ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് ഉൾപ്പെടെയുള്ള അധികാരങ്ങൾ വലിയ രീതിയിൽ ഇവിടെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, പോലീസുമായി ബന്ധപ്പെട്ട പോലീസിനുണ്ടായിരുന്ന അവകാശങ്ങൾ പലതും ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സേനയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് ഇവിടെ സർക്കാർ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥൻ്റെ പേരിലും ആ ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക ജോലി നിർവഹണം തടസ്സപ്പെടുത്തിയാൽ അതിനെതിരെ കേസെടുക്കാൻ ജാമ്യമില്ലാതെ ജയിലിൽ പോകണം. ആ ഉദ്യോഗസ്ഥന് എവിടെയാണ് പരാതി കൊടുക്കേണ്ടത്? ആ ഉദ്യോഗസ്ഥൻ പരാതി കൊടുക്കേണ്ടത് പോലീസിലാണ്. പോലീസാണത് പരിശോധിക്കേണ്ടത്. പോലീസ് അത് പരിശോധിച്ച് പറയുന്ന പരാതിയിൽ സത്യമാണെങ്കിൽ പോലീസ് എഫ്ഐആർ ഇട്ട് കേസെടുക്കും. അതേ ഗണത്തിലായിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. പക്ഷേ ഇന്ന് അത് മാറുകയാണ്. ഈ ഭേദഗതിയോട് കൂടിയിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരിട്ട് തങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട്, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് ആരുടെ പേരിലും കേസെടുക്കാനുള്ള അധികാരം വരികയാണ്. ഇത് ഈ നാടിനെ വലിയ ദുരന്തത്തിലേക്കാണ് നയിക്കാൻ പോകുന്നത്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് 1,30,00,000 ജനങ്ങൾ പോവുകയാണ്. ഈ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കഴിയാത്ത വിധം ജനങ്ങളെ കൂച്ചുവിലങ്ങിടുകയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കണ്ണിലേക്ക് തുറിച്ചു നോക്കിയാൽ ആ ജനത്തിനെതിരെ കേസെടുക്കാനുള്ള അധികാരമാണ് ഈ ഭേദഗതി നൽകാൻ പോകുന്നത്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. പ്രധാനമായിട്ടുള്ള രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം, നമുക്ക് ഇഷ്ടം പോലെ കുടിവെള്ള സ്രോതസ്സുകളുള്ള പുഴകളും തോടുകളും അരുവികളുള്ള നാടാണ് കേരളം. ഏത് വേനൽക്കാലത്തും ഏത് ഘട്ടത്തിലും വെള്ളം കുടിക്കാൻ മുട്ടാത്ത ജനതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് ഇടാൻ പോവുകയാണ് ഈ ഭേദഗതി. പുഴയുടെ അവകാശം ആർക്കാം? ഇപ്പോൾ മലപ്പുറത്ത് കൂടെ ഒഴുകുന്ന കലക്ട്രേറ്റിൻ്റെ പിന്നിലൂടെ ഒഴുകുന്ന പുഴയുടെ അവകാശം മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിക്കുള്ളിൽ ആ മുനിസിപ്പാലിറ്റിക്കാണ്. അത് കഴിഞ്ഞാൽ ആനക്കയം പഞ്ചായത്തിൻ്റെ ഏരിയ ആനക്കയം പഞ്ചായത്തിനാണ്. നിലമ്പൂർ ഇടവണ്ണയിലൂടെ ഒഴുകുന്ന ചാലിയാർ പുഴയുടെ അവകാശം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ അതിരിയിൽ മുനിസിപ്പാലിറ്റിക്കാണ്. ചുങ്കത്തറ പഞ്ചായത്തിൻ്റെ ആ പരിധിയിൽ ചുങ്കത്തറ പഞ്ചായത്തിനാണ്. അതുകൊണ്ടാണല്ലോ ഈ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളൊക്കെ ആ പരിധിക്കുള്ളിൽ വരുന്ന അവരുടെ പുഴയിലെ മണ്ണും മണലുമൊക്കെ ലേലം ചെയ്യാനുള്ള അവകാശം ഈ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജനങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്ര ക്ലിയറായിട്ട് പറയുന്നത്. അങ്ങനെ കേരളത്തിലേക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന 44 നദികൾ, അതിൻ്റെ പോഷക നദികൾ, തോടുകൾ, ജലസ്രോതസ്സുകൾ, അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ത്രിതല പഞ്ചായത്തിൻ്റെ ഏത് പഞ്ചായത്തുകളുടെ പരിധിയിലാണോ അവർക്കാണ് അതിൻ്റെ അവകാശം. ആ അവകാശങ്ങൾ മുഴുവൻ ഇല്ലാതാകാൻ പോവുകയാണ്. കേരളത്തിൽ ഒഴുകുന്ന എല്ലാ പുഴകളുടെയും അവകാശം ഫോറസ്റ്റിലേക്ക് നിക്ഷിപ്തമാക്കാൻ പോവുകയാണ്. വളരെ ഗൗരവത്തോടു കൂടിയിട്ട് ജനങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അതിശക്തമായി എതിർക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇപ്പം തന്നെ നമ്മൾക്കറിയാം, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു റോഡ് വികസനം, ഒരു കുടിവെള്ള പദ്ധതിക്കോ, എന്തിനേറെ പറയുന്നു, വനാവകാശമുള്ള ആദിവാസികളുടെ ഊരുകളിലേക്ക് ഇലക്ട്രിക് ലൈന് വലിക്കാൻ പോലും, കുടിവെള്ള പൈപ്പ് ലൈൻ ഇടാൻ പോലും അനുവദിക്കാത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേരളത്തിലുള്ളത്. അവരുടെ കൈകളിലേക്കാണ് ഈ 3.5 കോടി ജനങ്ങൾ, 1,30,00,000 നിയമം ഫോറസ്റ്റിൽ താമസിക്കുന്നവർക്കേ ബാധിക്കുന്നുള്ളൂ. പക്ഷേ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും അവരുടെ ജീവിതത്തെ തന്നെ പരിപൂർണമായി ബാധിക്കുന്ന ഭേദഗതിയാണ് ഈ പുഴകളുടെ അവകാശം ഫോറസ്റ്റിലേക്ക് നിക്ഷിപ്തമാക്കുന്നത്. അതിന് അവർ പറയുന്ന ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. പുഴയൊക്കെ ഒഴുകി വരുന്നത്, പുഴകളുടെ ഉറവിടം വനത്തിൽ നിന്നാണ്. പുതിയ കണ്ടുപിടുത്തമാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിലുള്ളൊരു നിയമമില്ല.
ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളിൽ, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ സ്ഥിരമായി സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ, കേന്ദ്രത്തെ നിയമത്തിൻ്റെ പ്രതിസന്ധിയാണ്. ഒരു പരിധിവരെ വാസ്തവമുണ്ട്. പക്ഷേ ഈ നിയമ ഭേദഗതി കൊണ്ടുവരാൻ പോകുന്നത് പിണറായി ഗവൺമെൻറ്റാണ്. ഈ നിയമസഭയിൽ അത് വരാൻ പോവുകയാണ്. ഈ നിയമം ഇവിടെ പ്രാവർത്തികമാകുന്നതോട് കൂടിയിട്ട് ഒരു പഞ്ചായത്തിന് ഒരു കുടിവെള്ള പദ്ധതിക്ക് ഒരു കിണർ കുഴിക്കാൻ പുഴയരികിൽ സാധിക്കില്ല. നമ്മളെ സ്രോതസ് എന്താണ്? നമ്മുടെ സ്രോതസ് പുഴയാണ്, തടാകങ്ങളാണ്. തടാകത്തിന് കീഴിൽ പഷ്ടമടിക്കായലാവട്ടെ, അതിൻ്റെ പല ഭാഗങ്ങളും എന്താ പറയുക, ഫോറസ്റ്റുമായി ടച്ച് ചെയ്യുന്നുണ്ട്. കണ്ടൽ കാടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അവകാശം ആർക്ക് പോകും? ഫോറസ്റ്റിന് പോകും. ഈ എല്ലാ വൻ തോടുകളിൽ നിന്നാണ് ചെറു തോടുകളും മറ്റരുവികളൊക്കെ ഉള്ളത്. ഇതിൻ്റെ മുഴുവൻ അവകാശം ഫോറസ്റ്റിൽ നിക്ഷിപ്തമാകാൻ പോകുന്നു. എത്ര ഭീകരമായ നിയമമാണെന്ന് ആലോചിക്കണം നിങ്ങൾ. ഇവിടെ ഇപ്പോൾ നമ്മൾ കനാലുകൾ വഴി ചെറിയ തടയണകൾ കെട്ടിയിട്ട് നമ്മൾ ജലസേചനം നടത്തുന്നുണ്ട് കൃഷിക്ക് വേണ്ടിയിട്ട്. ആ കൃഷി കടന്നു പോകുന്ന നിലമ്പൂരൊക്കെ കനാലുകളുണ്ട്, ചെറു കനാലുകൾ. അത് ഇപ്പോൾ തന്നെ ഫോറസ്റ്റിലൂടെ പതിറ്റാണ്ടുകൾ 10-50 വർഷം മുമ്പുണ്ടാക്കിയ കനാലുകളാണ്. അതൊരു മെയിൻ്റനൻസ് ചെയ്യാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം അനുവദിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം. തടയാണവർ. പുഴയുടെ അവകാശമില്ലാതിരിക്കുന്ന ഘട്ടത്തിലെ കാര്യം പറയുന്നത്. ഇനി പുഴകളുടെയും തോടുകളുടെയും അവകാശം കൂടി ഇവർക്ക് കൊടുക്കാൻ പോയാൽ ഇതെവിടെ എത്തും? ഒരു തുള്ളി വെള്ളം ഒരു വ്യക്തിക്ക് എടുക്കാൻ പറ്റില്ല, സർക്കാർ സ്ഥാപനത്തിന് എടുക്കാൻ കഴിയില്ല, ഈ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് എടുക്കാൻ കഴിയില്ല.